ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ട്, കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പാറ്റേൺസിൻ്റെ കുറേ വീഡിയോസ് ചോദിച്ചിട്ട് കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പാറ്റേൺ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എന്താണ്, 2 ലൂപ്പ് വേണം. എന്താണ് 2 ലൂപ്പ്. ഓക്കെ, ഈ ഒരു നമുക്ക് റോസിന് നമുക്ക് റോസിന് നമുക്ക് ആയിട്ട് എടുക്കാം. റോസ് ആയിട്ട് എടുക്കാം. അതേപോലെ കോളംസിന് നമുക്ക് എന്തായിട്ടാണ് എടുക്കാം, ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാം. അപ്പം ഈ ഒരു ഫസ്റ്റ് റോ കണ്ടോ, ഈ ഫസ്റ്റ് റോയിൽ എന്താണ് ഫുൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് റോയാണ്. ഇതൊരു കോളം, ഇതൊരു കോളം, ഇതൊരു കോളം. അങ്ങനെ എത്ര കോളം ഉണ്ട്? 1 2 3 4 5 കോളം ഉണ്ട്. അപ്പോൾ ഈ 5 കോളത്തിലും എന്താണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ജെ എന്ന് പറയുന്ന 5 ഫസ്റ്റ് ലൂപ്പിൽ J5 വരെ, J1 തൊട്ട് 5 വരെ എന്താണ് ലൂപ്പ് ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ റോല് നോക്കി. രണ്ടാമത്തെ റോല് ആദ്യത്തെ, അതായത് ഫസ്റ്റ് കോളത്തിൽ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ രണ്ടാമത്തെ കോളത്തിൽ എന്താണ് സ്റ്റാർ ഇല്ല, അവിടെ സ്പേസാണ്. മൂന്നാമത്തേൽ സ്പേസാണ്, നാലാമത്തേൽ സ്പേസാണ്. അഞ്ചാമത്തെ അതായത് J5 എന്തുണ്ട്, J5 സ്റ്റാർ ഉണ്ട്. അതേപോലെ ഇവിടെ J1 സ്റ്റാർ ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്, മൂന്നാമത്തെ റോ എടുത്ത് നോക്കി. അപ്പം I എന്ന് പറയുന്നത് I = 3 നമ്മൾ നോക്കുന്നത്. I = 3 J1 അതായത് ഒന്നാമത്തെ കോളത്തിലും സ്റ്റാർ ഉണ്ട്. ബാക്കി 2 3 4 ഒന്നും സ്റ്റാർ ഇല്ല. അഞ്ചാമത്തെ കോളത്തിലും എന്തുണ്ട്, സ്റ്റാർ ഉണ്ട്. സ്റ്റാർ ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഈ റോ നോക്കാം, അതായത് റോ 4. അതായത് നമ്മൾ I എന്ന് പറയുന്നത് 4, നമ്മുടെ റോസ് എന്താണ് I എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെയും എന്താണ് ഫസ്റ്റ് കോളത്തിൽ സ്റ്റാർ ഉണ്ട്, ബാക്കിയുള്ളതിലൊന്നും സ്റ്റാർ ഇല്ല. 5 സ്റ്റാർ ഉണ്ട്. അതേ കഴിഞ്ഞിട്ട് I = 5. നമ്മളിവിടെ I = 2 ഇവിടെ മാത്രമേ ഉള്ളൂ. I = 1 എന്താണ് ഫുൾ സ്റ്റാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ I5 അഞ്ചാമത്തെ റോല് ഫുൾ സ്റ്റാർ വന്നിട്ടുണ്ട് അല്ലേ. കോളം 1 കോളം 2, കോളം 3, കോളം 4 എല്ലാത്തിലും സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. നമുക്കൊരു കണ്ടീഷൻ കൊടുക്കണം അല്ലേ. ഈ ഒരു ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർ ലൂപ്പ്, I = 1. നമുക്ക് എത്ര റോസ് ഉണ്ട്, 5 റോസ് ഉണ്ട്. നമുക്കത് ഇൻക്രിമെൻ്റ് അതെ ഒരു ലൂപ്പും കൂടെ 4. അത് നമ്മൾ എന്താണ് റോസ്, ഇത് കോളംസിന് വേണ്ടിയിട്ട്, കോളംസിന് J എന്നാണ് കൊടുക്കുന്നത്. J എന്താണ് 1. കണ്ടീഷൻ J <= 5, J++. ഇത് നമുക്ക് കണ്ടീഷൻ എഴുതി കൊടുക്കണം. കണ്ടീഷൻ എഴുതി കൊടുക്കുമ്പം എന്താണ് കണ്ടീഷൻ, ഇവിടെ I1 സ്റ്റാർ ഫുള്ളുണ്ട്, I5 സ്റ്റാർ ഫുള്ളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കറിയാം അല്ലേ, കണ്ടീഷൻ കൊടുക്കുമ്പം നമുക്ക് എന്താണ് ഓറിട്ടിട്ട് കൊടുക്കാം. ഓറിട്ടിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഓറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നോക്കൂ, I = 1 നമുക്ക് ഫുൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം, I = 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഫ് I = 1 ഓർ, അപ്പോൾ ആദ്യം തൊട്ട് പറയുന്ന ഒരു ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുന്നത്, അതിൻ്റെ ഇടയിലൊന്ന് എന്താ പറയുക, അതിൻ്റെ ഇടയിൽ എനിക്ക് കോൾ വന്നു. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നത് I = 1, അതായത് I1 ഫുൾ സ്റ്റാർ വേണം, I1 I = 5 ഓർ എന്താണ്. പിന്നെ നമുക്ക് എവിടേക്ക് സ്റ്റാർ വരുന്നത്, J1 J5 മാത്രമേ സ്റ്റാർ വരുന്നുള്ളൂ അല്ലേ. I5 ഫുൾ സ്റ്റാർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് J1 J5 മാത്രമേ സ്റ്റാർ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് J = 1 ഓർ J = 5 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഓർ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായി മതി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ അവിടെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് ശരിയാവണം. ഇങ്ങനെയാണെങ്കിൽ എന്ത് വേണം, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്പേസ് പ്രിൻ്റ് ചെയ്യും. സ്പേസ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഇഫിൻ്റെ ഇവിടെ ലൂപ്പ് വേണ്ടോ, ഈ ഒരു ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ എന്താണ് ഇവിടെ പ്രിൻ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള 2 ലൂപ്പുകൾ എന്ന് വെച്ചാൽ ഈ ലൂപ്പിൻ്റെ പിന്നെ വോയിഡ് മെയിൻ്റെ ഒരു സ്റ്റാർ ഉണ്ട്, അതും കൂടെ ക്ലോസ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ മതി അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഇനീഷ്യലൈസ് ഒക്കെ അതൊക്കെ അറിയാലോ. ഐയും ജെയൊക്കെ ഇനീഷ്യലൈസ് ഒക്കെ ചെയ്യാൻ അതൊന്നും ഞാൻ ഇവിടെ എഴുതിയില്ല. ഫസ്റ്റ് നമ്മൾ ഐനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ എന്താണ് ഫസ്റ്റ് ഐ ഈക്വൽ ടു 1 ആണ്. പറയാം ഐ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഇവിടെ വരും. ജെ എന്താണ് 1 ആണ്. 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. അപ്പോൾ എന്താണ് കണ്ടീഷൻ ശരിയായതുകൊണ്ട് നേരെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇപ്പോൾ എന്താണ് ഐ എന്ന് പറയുന്നത് 1 ആണ്. നമ്മുടെ ജെ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പോൾ കണ്ടീഷൻ നോക്കും ഐ ഈക്വൽ ടു 1 ആണോ നോക്കും. അപ്പോൾ എന്താണ് ശരിയാണല്ലേ, ഐ ഈക്വൽ ടു 1 ആണ്. ഐ ഈക്വൽ ടു 5 ആണോ അല്ല. അപ്പോൾ ഓർമ്മ ഏതെങ്കിലും ഒന്ന് ഐ ഈക്വൽ ടു 5 ആണോ അല്ല. ജെ ഈക്വൽ ടു 1 ആണോ. അപ്പം ജെ ഈക്വൽ ടു 1 ആണെന്നുള്ളത് ഓക്കെ ശരിയാണ്. ജെ ഈക്വൽ ടു 1 ആണ്. ജെ ഈക്വൽ ടു 5 ആണോ അല്ല. അപ്പം ഈ ഒരു ഇതും ഫസ്റ്റിൽ ഈ ഒരു ഇതും എന്താണ് സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഫസ്റ്റ് റൂള് ആദ്യത്തെ J1 എന്നുള്ളവിടെ എന്താണ് പ്രിൻറ്റ് ചെയ്തു അല്ലേ. ഇവിടെ ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്തു. പിന്നെ നേരെ എന്താണ് ഇവിടേക്ക് പോകും, ഇൻക്രിമെൻ്റ് ആയി ജെ ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ ജെ എത്രയാണ് 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. കണ്ടീഷൻ ശരിയാണ്, നേരെ ഇവിടെ വരും. അപ്പോൾ എന്താണ് ഐ ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഐ ഈക്വൽ ടു 1 അല്ലേ, ശരിയാണ്. ഐ ഈക്വൽ ടു 1 ആണ്. ഐ ഈക്വൽ ടു 5 ആണോ അല്ല. ജെ ഈക്വൽ ടു 1 ആണോ. ജെ ഇപ്പോൾ എത്ര 2 ആയില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല. ജെ ഈക്വൽ ടു 5 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല. ആകെ എന്താണ് ഐ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആയാൽ മതി. അപ്പോൾ നമ്മൾ എന്താണ് അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ജെ 3 ആണ്. ജെ 3 ആയി. ഇവിടെ ഐ ഈക്വൽ ടു 1 ഓക്കെ ശരിയാണ്. ഐ ഈക്വൽ ടു 5 ഇപ്പോഴും ഇത് തെറ്റാണ്. ജെ ഈക്വൽ ടു 1 അതും തെറ്റാണ്, ഇവിടെയും തെറ്റാണ്. അപ്പോൾ എന്താണ് ഒരെണ്ണം സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഐ ഫസ്റ്റ് റോള് വീണ്ടും ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ഇനി വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ആയി. ജെ ഇപ്പോൾ 3 ആണ്. വീണ്ടും ഇൻക്രിമെൻ്റ് ആയപ്പോൾ ജെ എന്ന് പറയുന്നത് 4 ആയി. 4 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ വീണ്ടും നോക്കും. അപ്പം ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെ അല്ല, ഇവിടെ ഓക്കെ അല്ല, ഇവിടെ ഓക്കെ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയതുകൊണ്ട് സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അടുത്തത് എന്താണ് ജെ ഇൻക്രിമെൻ്റ് ആയിട്ട് ജെ ഇപ്പോൾ 5 ആയി. ജെ 5 ആയി. കണ്ടീഷൻ നോക്കും ഐ ഈക്വൽ ടു 1 ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. ഇത് ശരിയല്ല, ഈ ഒരു കണ്ടീഷൻ ശരിയല്ല, ഇത് ശരിയല്ല. പക്ഷേ എന്താണ് ജെ ഈക്വൽ ടു 5. ഇപ്പോൾ എന്താണ് ഈ ഒരു ജെ എന്ന് പറയുന്നത് ഇപ്പോൾ 5 ആണ്. അതായത് എന്താണ് ജെ എന്ന് പറയുന്നത് 5 ആണ്. ഈ ഒരു കോളം ഇത് J1, ഇത് J2, J3, J4. അപ്പോൾ ഇവിടെ സ്റ്റാർ ഈ കണ്ടീഷൻ ശരിയാണ്, രണ്ട് കണ്ടീഷൻ. അപ്പോൾ എന്താണ് സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അടുത്തത് വീണ്ടും ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ ഇവിടെ എത്രയും 6 വരും. 6 വരുമ്പോൾ കണ്ടീഷൻ നോക്കും എന്താണ് സാറ്റിസ്ഫൈ അല്ല അല്ലേ. അപ്പോൾ നേരെ എന്ത് ചെയ്യും, ഇതൊന്നും പ്രിൻറ്റ് ചെയ്യില്ല, പുറത്ത് വരും. പുറത്ത് വന്നിട്ട് എന്താണ് ഒരു ന്യൂ ലൈൻ വന്ന് നിൽക്കും. വീണ്ടും ഇവിടേക്ക് എത്തി. ഇവിടെ ഐ ഇൻക്രിമെൻ്റ് ആവും. ഈ ഒരു കണ്ടീഷൻ 2 ലെസ് ദാൻ ഈക്വൽ ടു 5. ഐ എന്താണ് ഇപ്പം 2 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഐ എന്ന് പറയുന്നത് 2 ആണ്. ഇനി വീണ്ടും എന്താണ് J1 ഫസ്റ്റ് J1 ആവും. അപ്പം 1 ലെസ് ദാൻ ഈക്വൽ ടു 5. ജെ എന്താണ് J1 ആവും. വീണ്ടും J1 ആവും. ഈ കണ്ടീഷൻ ശരിയാണ്. ഇവിടെ വരുമ്പോൾ ഐ ഈക്വൽ ടു 2 ആണ്. ഐ ഈക്വൽ ടു 2 ആണ്. ഇപ്പം അപ്പോൾ ഈ കണ്ടീഷൻ ശരിയാണ്. ഐ 2 ആണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ ശരിയല്ല. ഐ ഈക്വൽ ടു 5 ഈ കണ്ടീഷൻ ശരിയല്ല. ഐ ഇപ്പോൾ തന്നെ 2 ആണല്ലേ. പിന്നെ ഈ ഒരു ജെ ഈക്വൽ ടു 1. ജെ എന്താണ് 1 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ശരിയാണ് അല്ലേ. ജെ ഈക്വൽ ടു നമ്മളിപ്പോൾ J1 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ജെ ഈക്വൽ ടു 5 ആണോ അല്ല. അപ്പം ഈ ഒരെണ്ണം ശരിയായതുകൊണ്ട് എന്താണ് J1 അതായത് രണ്ടാമത്തെ റോല് രണ്ടാമത്തെ റോ ഐ ഈക്വൽ ടു ഐ രണ്ടാമത്തെ റോ. അപ്പോൾ ഈ റോൽ എന്താണ് ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. അതായത് J1 അതായത് ഫസ്റ്റത്തെ കോളത്തിൽ J1 ഒരു സ്റ്റാർ പ്രിൻ്റ് ആയി. വീണ്ടും എന്താണ് ജെ ഇൻക്രിമെൻ്റ് ആയിട്ട് 2 ആയപ്പോൾ കണ്ടീഷൻ ശരിയാണോ. ഈ കണ്ടീഷൻ ശരിയല്ല. ജെ ഈക്വൽ ടു 1 ആണ്. ഈ കണ്ടീഷൻ ശരിയല്ല. ഇവിടെ ജെ ഈക്വൽ ടു 5 ആണ്. ഈ കണ്ടീഷൻ ശരിയല്ല. അപ്പോൾ നമ്മുടെ ജെ എന്താണ് ഇപ്പം 2 ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനും ശരിയാവില്ല. അപ്പോൾ എന്താണ് സ്പേസ്. അപ്പം ഈ ഒരു കണ്ടീഷനൊന്നും സാറ്റിസ്ഫൈ ആവണില്ല. അപ്പം എന്ത് ചെയ്യും, സ്റ്റാർ പ്രിൻ്റ് ആവാതെ എന്താവും സ്പേസ്. അവിടെ എന്താവും സ്പേസ് പ്രിൻ്റ് ചെയ്തു. അടുത്തത് എന്താണ് വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ J3 ആയി. ഇവിടെ സാറ്റിസ്ഫൈ ആണോ നോക്കും. ഇത് സാറ്റിസ്ഫൈ അല്ല. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല. ഇതും സാറ്റിസ്ഫൈ അല്ല. അപ്പോൾ എന്താവും അവിടെയും സ്പേസ് പ്രിൻ്റ് ആവും. വീണ്ടും എന്താണ് ജെ ഇൻക്രിമെൻ്റ് ആയി. ജെ ഇപ്പോൾ എന്താണ് 4 ആണ്. 4 ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. നേരെ താഴെ വന്നു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ജെ ഈക്വൽ ഇവിടെ ഒന്നും കണ്ടീഷൻ ശരിയാവില്ല അല്ലേ. ഐ 2 ആണ്. ഇപ്പോൾ ഇവിടെ ഒന്നും കണ്ടീഷൻ ശരിയാവുന്നില്ല. പക്ഷേ എന്താണ് ജെ ഈക്വൽ ടു 1 ഇവിടെ കണ്ടീഷൻ ശരിയാവില്ല. അപ്പോൾ എന്താവും അവിടെയും സ്പേസ് പ്രിൻ്റ് ചെയ്തു. അടുത്തത് എന്താണ് J5 ആയി. ഇവിടെ കണ്ടീഷൻ നോക്കും. ഈ ഒരു കണ്ടീഷൻ ശരിയല്ല. ഈ ഒരു കണ്ടീഷനും ശരിയല്ല. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ് ജെ ഈക്വൽ ടു 5. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണല്ലേ. അപ്പം I2 എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. അപ്പോൾ ഇത്രയും സ്റ്റാർ എന്താണ് ഇവിടെ നിന്നും സ്റ്റാർ പ്രിൻ്റ് ആവുന്നില്ല. ഇത് J2, J3, J4, ഇവിടെ J5 ഇവിടെ നിന്നും സ്റ്റാർ, ഇത് J5 സ്റ്റാർ പ്രിൻ്റ് ആവും. വീണ്ടും സ്ലാഷൻ. അടുത്തത് ഇൻക്രിമെൻ്റ് ആയിട്ട് അടുത്ത ജെ ഇൻക്രിമെൻ്റ് ആവും. കണ്ടീഷൻ ശരിയാവില്ല. സ്ലാഷൻ വരും. വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ആയിട്ട് ഐ ഇപ്പോൾ എത്രയാവും 3 ആവും. ഐ 3 ആയി. ഇവിടെ ജെ ഈക്വൽ ടു 1 കണ്ടീഷൻ ഇവിടെ ഓക്കെയാണ് നോക്കും. ജെ എന്താണ് ജെ വീണ്ടും 1. ഇപ്പോൾ ജെ വീണ്ടും 1 കണ്ടീഷൻ ഓക്കെയാണ്. സാറ്റിസ്ഫൈ ആവും നോക്കും. കണ്ടീഷൻ ശരിയാണോ. ഐ ഈക്വൽ ടു 1 ആണോ അല്ല. ഐ ഈക്വൽ ടു 5 ആണോ അല്ല. ജെ ഈക്വൽ ടു 1 ആണോ അല്ല. ജെ ഈക്വൽ ടു 1 ആണോ ഫസ്റ്റ് അതല്ല. ഈ ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. ഇതെന്താണ് ഇത് സാറ്റിസ്ഫൈ അല്ല. അപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയിട്ടുണ്ടല്ലേ. ഐ 3 ഈ ഒരു റോല് എന്താണ് ജെ എന്ന് പറയുന്നത് 1 ആണെന്ന് സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സ്റ്റാർ അതായത് ഐ 3 എന്താണ് ഒരു സ്റ്റാർ പ്രിൻ്റ് ആയി. ഇനി അതേപോലെ വീണ്ടും ചെക്ക് ചെയ്യും. ജെ ഇൻക്രിമെൻ്റ് ചെയ്യും. 2 ആവും നോക്കും.
സ്പേസ് എന്താണ് ഇവിടെ ഒന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പോൾ എന്താണ് സ്പേസ് ആണ് പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ കണ്ട ഇവിടെ സ്പേസ് പ്രിൻ്റ് ആവും. അടുത്ത ജെ ഇൻക്രിമെൻ്റ് ആവും. ജെ ഇൻക്രിമെൻ്റ് ആവുമ്പോൾ ജെ 3 ആവും. അതും കണ്ടീഷൻ നോക്കുമ്പോൾ ഇവിടെ ഒന്നും ആവുന്നില്ല. അപ്പോൾ എന്താണ് സ്പേസ് പ്രിൻ്റ് ആവും. വീണ്ടും J4 ആവും. J4 ആകുമ്പോഴും ഇവിടെ കണ്ടീഷൻ ഒന്നും നോക്കിയല്ല. അപ്പോൾ എന്താണ് സ്പേസ് പ്രിൻ്റ് ആവും. സ്പേസ് ഇവിടെ പ്രിൻ്റ് ആവും. അടുത്തത് ജെ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ J5 ആവും. J5 ആകുമ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ ശരിയാവുന്നുണ്ട്. I3 ജെ എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് I3 ഇവിടെ ഒരു സ്റ്റാർ J5 എന്നുള്ള കോളത്തിൽ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. വീണ്ടും സ്ലാഷൻ അടിച്ച് നമ്മുടെ I ഇൻക്രിമെൻ്റ് ആയി. I = 4 ആയി. ഇപ്പം I ഇൻക്രിമെൻ്റ് ആയിട്ട് I4 ആയി. വീണ്ടും J = 1, J ≤ 5 കണ്ടീഷൻ നോക്കും. ഇവിടേക്ക് വരും I = 1 ആണോ? അല്ല, I ഇപ്പോൾ 4 ആണ്. I = 5 ആണോ? അല്ല. J = 1 ആണോ? അതെ അല്ലേ. ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. ഈ ഒരു കണ്ടീഷൻ ശരിയല്ല. അപ്പം ഇപ്പോൾ I എത്രയാണ്? I = 4 ആണ് കേട്ടോ. അപ്പം എന്താണ് J1 ഒരു സ്റ്റാർ ഇവിടെ J1 ഒരു സ്റ്റാർ പ്രിൻ്റ് ആയി. പിന്നെ J ഇൻക്രിമെൻ്റ് ആയി. J ഇപ്പോൾ 2 ആയി. 2 ≤ 5 കണ്ടീഷൻ ശരിയാണ്. ഇവിടെ വന്നു. I = 1 ആണോ നോക്കും. അല്ല, ഈ കണ്ടീഷൻ ശരിയല്ല. ഈ കണ്ടീഷൻ ശരിയല്ല. ഈ കണ്ടീഷൻ ശരിയല്ല. അപ്പോൾ എന്താണ് കണ്ടീഷൻ ശരിയല്ലെങ്കിൽ എന്താണ് സ്പേസ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ I4 ഇവിടെ എന്താണ് സ്പേസ് പ്രിൻ്റ് ചെയ്തു. അതുപോലെ വീണ്ടും ഇൻക്രിമെൻ്റ് ആയി. 3 സ്പേസ് പ്രിൻ്റ് ചെയ്തു. 4 സ്പേസ് പ്രിൻ്റ് ചെയ്തു. 5 വന്നപ്പോൾ അവിടെ കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ എന്താണ് I4 J5 ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. അതേപോലെ തന്നെ വീണ്ടും സ്ലാഷൻ വന്നു. ഇവിടെ I ഇൻക്രിമെൻ്റ് ആയി. I5 ആയി അല്ലേ. I5 ആയപ്പോൾ എന്ത് വന്നു? I5 കണ്ടീഷൻ ശരിയല്ലേ. I1 I5 സ്റ്റാർ വേണം അല്ലേ. I5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പിന്നെ J2 ആവും. 2 ആകുമ്പോൾ എന്താണ് I എന്ന് പറയുന്നത് 5 തന്നെയാണ്. I5 അപ്പോൾ കണ്ടീഷനിൽ I5 കൊണ്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെൻ്റ് ആയി. J ഇൻക്രിമെൻ്റ് ആയിട്ട് J ഇപ്പോൾ 3 ആയി. J എന്ന് പറയുന്നത് ഇപ്പോൾ 3 ആണ്. കണ്ടീഷൻ J3 I = 1 ആണോ നോക്കും. അല്ല, I = 5 ആണോ? ഈ കണ്ടീഷൻ ശരിയാണ്. J = 1 ആണോ? കണ്ടീഷൻ ശരിയല്ല. ഈ കണ്ടീഷൻ ശരിയല്ല. ഈ ഒരു കണ്ടീഷൻ മാത്രം ശരിയാണ്. അതുകൊണ്ട് ഇവിടെ സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. പിന്നെ 4 പ്രിൻ്റ് ചെയ്തു. എന്ന് വെച്ചാൽ I5 ആയതുകൊണ്ട് J4 ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. പിന്നെ എന്താണ് ഇവിടെ അടുത്തത് J5 ആയി. 5 ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ എന്താണ് വീണ്ടും J കോളത്തിൽ ഇവിടെ എന്താണ് ഒരു സ്റ്റാർ പ്രിൻ്റ് ആയി. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഗ്രാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് പ്രോഗ്രാം. അത് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കാം. എൻ്റെ ലാപ്പ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് ലാപ്പിൽ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് പ്രോഗ്രാം. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. മിക്കവാറും ഇത് ചോദിക്കാറുണ്ട്. ഫിംഗേഴ്സിന് ചോദിക്കാറുണ്ട്. കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കാം. ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ തിരക്കായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ആർക്കും വീഡിയോ ഒന്നും വേണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വീണ്ടും കുറേ കമൻസൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ പാറ്റേൺ എന്ന് പറയുന്നത്